യെശയ്യാ പ്രവാചകന്റെ സുവിശേഷം 49-ാം അധ്യായം. തീരദേശങ്ങളെ, വിദൂരദേശങ്ങളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി. തൻ്റെ കൈകളുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴികയിൽ അവിടുന്ന് ഒളിച്ചുവെച്ചു. ഇസ്രയേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുളിച്ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കുവാനും ഗർഭത്തിൽ വച്ചു തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തി. കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കും, എൻ്റെ ദൈവം എനിക്ക് ശക്തി ആവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുളിച്ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെ ഉദ്ധരിക്കുവാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷാലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ഈ വചനത്തിലൂടെ വ്യക്തമായി ദൈവം നമ്മോട് പറയുന്നു, ദൈവം നമ്മെ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു, എങ്ങനെയെല്ലാം തീച്ചോളുകളെ ഉരുക്കി ശുദ്ധീകരിച്ചു. ഇന്നല്ല, നമ്മളെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളെക്കുറിച്ചൊരു പദ്ധതി കണ്ടിട്ടാണ് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമുക്ക് ജീവൻ നൽകിയതും ഭൂമിയിലേക്ക് വിളിച്ചതും. അവിടെ ഭൂമിയിൽ വന്നു കഴിഞ്ഞ് നമ്മെ ശുദ്ധീകരിച്ച് ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാക്കി നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായും സഹനത്തിലൂടെയും ആ സഹനം നമുക്ക് തരുമ്പോൾ എൻ്റെ കുഞ്ഞിന് അല്ലെങ്കിൽ നിനക്കത് സഹിക്കാൻ പറ്റുമെന്ന് കാണുന്നതും ഈശോയ്ക്ക് അറിയാവുന്നതും മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. അപ്പോൾ സഹനങ്ങളും വേദനകളും വരുമ്പോൾ ഈശോ അറിഞ്ഞുകൊണ്ടാണ് അതെല്ലാം നമ്മെ ശുദ്ധീകരിച്ച് വേദനകളും ദുഃഖങ്ങളും വരുമ്പോൾ നമ്മൾ ഈശോയെ വിട്ട് അകന്ന് ജീവിക്കുമോ എന്ന് ഈശോ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വചനം പങ്കുവെക്കണമെന്നും വചനം വായിക്കണമെന്നും മറ്റുള്ളവരോട് വചനം പ്രഘോഷിക്കണമെന്ന് ദൈവം നമ്മളെ വ്യക്തമായി വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെക്കുമ്പോഴും ദൈവത്തിൻ്റെ ആ വചനം ലോകത്തിൽ അറിയിക്കുവാനും അത് ലോകാതിർത്തി വരെ നിന്നെ പ്രകാശമാക്കാനും എന്നുവെച്ചാൽ ദൈവം നമ്മളെ ലോകത്തിൻ്റെ പ്രകാശമായി മറ്റുള്ളവർ നമ്മളിലെ അനുഗ്രഹങ്ങളും സഹനങ്ങളും കണ്ട് അത് പല രീതിയിൽ മറ്റുള്ളവരുമായി പങ്കുവെച്ച് അല്ലെങ്കിൽ ലോകത്തെ അറിയിക്കാൻ അങ്ങനെ നമ്മളെ ഉന്നതരാക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നും അപ്പോൾ ഈശോ നമ്മളെക്കുറിച്ചൊരു പദ്ധതി കണ്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാ സഹനങ്ങൾക്കും മറ്റാർക്കും കിട്ടാത്ത ഒരു വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ മകളായിരിക്കുക, ആ സംരക്ഷണയിലായിരിക്കുക എന്നുള്ളത്. പണത്തിലോ സമ്പത്തിലോ സ്ഥാനമാനത്തിലോ ഒന്നുമല്ല, അതെല്ലാം മനുഷ്യൻ നൽകുന്നതാണ്. ദൈവത്താൽ തിരഞ്ഞെടുത്ത് ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാകുക എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും പറ്റത്തില്ല. ആ ഒരു മഹാഭാഗ്യം ദൈവം തന്നുകൊണ്ട് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന അനുഗ്രഹങ്ങളെയും നമുക്ക് ആവശ്യമുള്ള നിയോഗങ്ങളെയും വേദനകളെയും എല്ലാം സമർപ്പിച്ച് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം.